ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ ബോളിവുഡിലെ വലിയ സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്ര. അപ്പോൾ ധർമ്മേന്ദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് സിനിമകളൊക്കെ വരും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുടെ ഒരു റീമേക്കിൽ ധർമ്മേന്ദ്ര അഭിനയിച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്കതൊരു പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഷാജി കൈലാസ്, സുരേഷ് ഗോപി കൂട്ടുകെട്ടുള്ള ഒരു ഭൂരിപക്ഷ സിനിമകളും സൂപ്പർ ഹിറ്റാണ് അല്ലെ. കമ്മീഷണർ ആയാലും ഏകലവ്യനായാലും നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പലതുമായിരിക്കും. അതിൽ എനിക്കൊരു ഫേവറേറ്റിലായിട്ടൊരു സിനിമയുണ്ട്, മാഫിയ. 93 ഇറങ്ങിയൊരു സിനിമയാണ്. അപ്പോൾ മാഫിയ എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ ഉള്ള സിനിമ ആ സമയത്ത് ഇറങ്ങിയ പല സിനിമകളെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമുക്കതൊരു ഒരു ഒരു ഹോളിവുഡ് സ്റ്റൈലാണോ ബോളിവുഡ് സ്റ്റൈലാണോ എന്നൊക്കെ ആ രീതിയിലുള്ള ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു സബ്ജക്റ്റൊക്കെ ഇന്നും ഭയങ്കര നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്ന ഒരു സിനിമയാണ്. അതിൽ സുരേഷ് ഗോപിയും വിക്രമും, നമുക്കറിയാം ചേട്ടനും അനിയനൊക്കെ ആയിട്ട് അഭിനയിച്ച വിക്രമിൻ്റെ ഒക്കെ തുടക്കകാലത്തുള്ള ധ്രുവമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഈ ധർമ്മേന്ദ്ര മരിച്ച ശേഷം ധർമ്മേന്ദ്രയെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ്, അത് ഒരുപാട് പേര് ധർമ്മേന്ദ്രയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവെച്ചതിൽ നമ്മുടെ നടൻ ബാബു ആൻ്റണി, നമുക്കറിയാം അദ്ദേഹം ഹിന്ദിയിലും ഒരുപാട് ഭാഷകളുടെ സിനിമകൾ ചെയ്തിട്ടുള്ള നടനാണ്. അപ്പോൾ ബാബു ആൻ്റണി ധർമ്മേന്ദ്രയെക്കുറിച്ച് ഒരു റൈറ്റപ്പ് ചെയ്തിരുന്നത് മാഫിയ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റീമേക്ക് അഭിനയിച്ച സമയത്ത് ധർമ്മേന്ദ്രയായിട്ടുള്ള ഒരു ബന്ധങ്ങളെക്കുറിച്ച്. അപ്പോഴാണ് ഞാനൊന്ന് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും മനസ്സിലായത് നമ്മുടെ മാഫിയ, മലയാളത്തിലെ മാഫിയ, അത് അൺഒഫീഷ്യലി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ അൺഒഫീഷ്യൽ റീമേക്കാണ്. അങ്ങനെ അതേപടിയുള്ള റീമേക്കോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഞാൻ എന്നിട്ട് ആ ഒരു സിനിമ ഒന്ന് ഏകദേശം ഒന്ന് കണ്ടു, കുറച്ചൊക്കെ കണ്ടു. അപ്പോൾ നമുക്കറിയാം മാഫിയ എന്ന് പറയുന്ന മലയാളത്തിലെ സിനിമ, അതിൽ ഒരു പോലീസ് ഓഫീസറായ ജനാർദ്ദൻ്റെ ക്യാരക്ടർ, ഒരു മൂത്ത സഹോദരൻ. ജനാർദ്ദൻ്റെ 2 അനിയന്മാരുണ്ട്. അതിൽ ഒരു അനിയൻ സുരേഷ് ഗോപി, ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം IPS ഒക്കെ എഴുതി നിൽക്കുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന വിക്രം, പിന്നെ ഒരു സഹോദരി. അപ്പോൾ ഗൗഡ എന്ന് പറയുന്ന ഒരു കൊടും വില്ലൻ, ഗൗഡയുടെ ഒരു ക്യാരക്ടറായിട്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നതും ജനാർദ്ദനെ കൊല്ലുന്നു. ഇത് ഗൗഡയുടെ അനിയൻ, വില്ലൻ്റെ അനിയനായിട്ട് ബാബുവിൻ്റെ ഒരു കൊടും വില്ലൻ ക്യാരക്ടറുണ്ട്. പിന്നീട് ഇത് റിവെഞ്ച് എടുക്കണം, സുരേഷ് ഗോപിയുടെ ഒരു ക്യാരക്ടർ റിവെഞ്ച് എടുക്കണം. ചേട്ടനെ കൊന്നവരോടുള്ള റിവെഞ്ച് സുരേഷ് ഗോപിയും അനിയനായിട്ടുള്ള വിക്രമൊക്കെ റിവെഞ്ച് എടുക്കുന്നതൊക്കെയാണ്. ഹിന്ദിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു അനിയൻ ക്യാരക്ടറും ധർമ്മേന്ദ്ര ചേട്ടൻ ക്യാരക്ടർ. ധർമ്മേന്ദ്ര ഒരു ആർമി ഓഫീസർ, അതായത് നമ്മൾ സുരേഷ് ഗോപി ഇതിൽ അനിയനാണെങ്കിൽ അതിൽ ചേട്ടനാണ്. അപ്പോൾ ഒരു ആർമി ഓഫീസറായിട്ടുള്ള ധർമ്മേന്ദ്ര അനിയൻ ആദിത്യ പഞ്ചോളി ചെയ്ത ഒരു റോളാണ്. അനിയനെ കൊന്നവരോട് പ്രതികാരം തീർക്കുന്നൊക്കെയാണ്. പക്ഷെ കുറച്ച് മാറ്റങ്ങളൊക്കെ, ചില സീൻസൊക്കെ അതേപടിയുണ്ട്. അതിൽ രാജൻ വിദേവിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. രാജൻ വിദേവിൻ്റെ ഒരു ക്യാരക്ടർ ഗൗഡയുടെ വീട്ടിൽ വരണം ബഹളം വയ്ക്കുന്നതും അതൊക്കെ ഏകദേശം ഒരേപോലത്തൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ ചില ഹോളിവുഡ് സിനിമകളുടെ ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു മാഫിയ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമ. ധർമ്മേന്ദ്ര ശരിക്കും 90s ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഓൾമോസ്റ്റ് ഈ പറഞ്ഞ മറ്റു താരങ്ങൾ ഷാറൂഖ് ഖാൻ, അമീർ ഖാനൊക്കെ പോലുള്ളവരൊക്കെ വന്ന സമയത്ത് ഇദ്ദേഹം ഒന്ന് അത്ര ഒരു താരമൂല്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ കുറവായിരുന്നു വന്ന് ധർമ്മേന്ദ്രയ്ക്ക്. ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ അത് അങ്ങനെ ഭയങ്കര വിജയമൊന്നുമല്ല, പക്ഷെ ചെറിയ രീതിയിലൊക്കെ അന്ന് അത്യാവശ്യം ഓടിയൊരു സിനിമയും കൂടിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ധർമ്മേന്ദ്രയ്ക്ക് അപ്പോഴേക്ക് തന്നെ അത്യാവശ്യം നല്ല ഒരു പ്രായമായിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ റോള് ധർമ്മേന്ദ്ര എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ പിന്നീട് അവർ ആ കഥയിലേക്ക് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയത്. അപ്പോൾ ബാബു ആൻ്റണിയുടെ ഒരു ക്യാരക്ടർ തന്നെ അവിടെ ബാബു ആൻ്റണി തന്നെയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമുക്കറിയാം പൂവിന് പുതിയ പൂന്തൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇതേപോലെ തന്നെ ബാബു ആൻ്റണി വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് എല്ലാ ഭാഷയിലേക്കും പോയപ്പോൾ ആ ഭാഷകളിലൊക്കെ ബാബു ആൻ്റണി തന്നെയായിരുന്നു അഭിനയിച്ചത്. അദ്ദേഹത്തെ ബോബ് ആൻ്റണി എന്നൊക്കെയായിരുന്നു മറ്റു ഭാഷകളിലൊക്കെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ബോബ് ആൻ്റണി എന്നാണ് ധർമ്മേന്ദ്ര വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റ് ഒക്കെ ബാബു ആൻ്റണി പറഞ്ഞിട്ടുണ്ട്. അതായത് അന്ന് ആ ഒരു ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി, എന്തോ ഒരു വലിയൊരു ആസ്പെക്ട് ഓഫ് ഷീറ്റൊക്കെ ബാബു ആൻ്റണിയുടെ മേത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചോരയൊക്കെ വന്ന് ചെറിയൊരു അപകടം ഇഞ്ചുറി സംഭവിച്ചപ്പോൾ ധർമ്മേന്ദ്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ധർമ്മേന്ദ്ര കൂടെ നിന്നതും, പിന്നെ അന്ന് ഷൂട്ട് മുടങ്ങണ്ടെന്ന് വെച്ച് ബാബു ആൻ്റണി വീണ്ടും അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതൊക്കെ അപ്പോൾ ഭയങ്കര സ്നേഹത്തോടു കൂടി. അപ്പോൾ ബാബു ആൻ്റണി പറഞ്ഞത് നമ്മളൊക്കെ കണ്ടു വളർന്ന ഒരു ഷോലെ, നമ്മൾ ഒരുപാട് ത്രസിച്ച, നമ്മൾ സ്ക്രീനിൽ ആരാധിച്ച ഷോലെ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ആ നായകനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ധരംജി. അദ്ദേഹം എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹവും ആ ഒരു കെയറൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര അത്ഭുതമായിരുന്നു, ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ബാബു ആൻ്റണി പറഞ്ഞിട്ട്. പിന്നെ അന്ന് PT ഉഷയ്ക്ക് അന്ന് സ്വർണ്ണമൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ധർമ്മേന്ദ്ര പറഞ്ഞ PT ഉഷയ്ക്ക് ഞാൻ അന്ന് ഒരു 50,000 രൂപയുടെ ചെക്കും ഒരു കത്തൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ട് കണ്ടൊരു കൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ വക ഒരു അഭിനന്ദനം നേരിട്ട് കാണുമ്പോൾ പറയണം എന്ന് പറഞ്ഞ് പിന്നീട് വേറൊരു ഫംഗ്ഷന് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കാര്യം PT ഉഷയോട് ബാബു ആൻ്റണി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ
മാഫിയ എന്ന് പറയുന്ന ഈ ഹിന്ദി സിനിമ അത് യൂട്യൂബിലുണ്ട്. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊക്കെ കാണാം. കാരണം മലയാളം മാഫിയ ഇത് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മലയാളം മാഫിയ തന്നെയാണെങ്കിൽ ഇതിൽ വേറെ കുറേ മാറ്റങ്ങളും ഇതിൽ ആ അനിയൻ്റെ ക്യാരക്ടറിന് കാമുകിയും കുറേ സോങ്സൊക്കെ ആഡ് ചെയ്ത് അവർ വേറൊരു രീതിയിലോട്ടൊക്കെയാണ് അവരുടെ ഒരു ഇതിലൊക്കെ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ധർമ്മേന്ദ്രയെ കുറിച്ചുള്ള സിനിമകൾ ഒരുപാട് സിനിമകൾ പറയാനുണ്ട്. ഇപ്പോൾ ഷോലയെ കുറിച്ച് നമ്മൾ വലിയൊരു സെഗ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് വന്ന കമൻസ് ഒക്കെ നമുക്കറിയാം എത്ര പേര് ധർമ്മേന്ദ്ര എന്ന് പറയുന്ന ഒരു നടനോടുള്ള ഒരു ആരാധന. അമിതാഭ് ബച്ചനോളം തന്നെ എനിക്കൂടെ അമിതാഭ് ബച്ചനെക്കാട്ടും വളരെ സീനിയർ ആയിട്ടുള്ള നടനാണ്. അമിതാഭ് ബച്ചനെക്കാട്ടും സൂപ്പർ സ്റ്റാർ ആയിരുന്ന ആളായിരുന്നു ധർമ്മേന്ദ്ര. കുറേ കാലം അദ്ദേഹം ആ ഒരു സ്റ്റാർഡം അദ്ദേഹം നിലനിർത്തിയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നമുക്കറിയാം അവരും അത്യാവശ്യം അവരുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ധർമ്മേന്ദ്രയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളും കഥാപാത്രങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാം.